ഹായ് ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വുഡൻ നെയിം പ്ലേറ്റുമായിട്ടാണ് ഗായ്സ്. അതായത് നമ്മുടെയൊക്കെ വീടിൻ്റെ ചുമരിൽ നല്ലൊരു അടിപൊളി വീടിന് അനുയോജ്യമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു നെയിം കൊടുക്കാൻ ആർക്കും ആഗ്രഹം കാണും ഗായ്സ്. അപ്പോൾ നമ്മൾ കനം കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാവിൻ്റെ പലക കഷ്ണം എടുത്തിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഡിസൈൻ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം ഗൈസ് കട്ട് ചെയ്യാനായിട്ട്, കാരണം കനം കുറഞ്ഞ പലകയാണ്, പൊളിയാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കട്ടർ കൊണ്ട് പതിയെ നമുക്ക് ആ എഡ്ജും കാര്യങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കട്ടർ കൊണ്ട് എടുക്കാൻ പറ്റിയ അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഉളി കൊണ്ട് അതിൻ്റെ എഡ്ജും കാര്യങ്ങളും വളരെ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ, വളരെ കനം കുറഞ്ഞ കഷ്ണമാണ്, പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് സാൻഡറൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഒരു കഷ്ണത്തിൽ ഞാൻ സ്നേഹതീരെന്ന് പെൻസിൽ കൊണ്ട് ഒരു അടിപൊളി ഡിസൈനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വുഡ് ബേണിംഗ് ടൂൾ കൊണ്ട് മരം കരിയിച്ചുകൊണ്ട് ഇതേ ഡിസൈനിൽ തന്നെ നമുക്ക് ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി എഴുതിയെടുക്കാം ഗൈസ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നമ്മൾ വുഡ് ബേണിംഗ് ടൂൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു വുഡ് ബേണിംഗ് ടൂൾ കൊണ്ട് നമ്മൾ സ്നേഹതീരം നല്ല വൃത്തിയായിട്ട് അടിപൊളിയാക്കി ഒന്ന് എഴുതിയെടുക്കാം ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഗൈസ് അങ്ങനെ നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഒന്ന്, അതായത് നമ്മൾ മരം കട്ട് ചെയ്തെടുത്ത ആ ഡിസൈൻ ഒന്നും കൂടെ ഒന്ന് അടിപൊളിയായിട്ട് കാണാനായിട്ട് നമുക്ക് ആ ഒരു ഡിസൈനിൻ്റെ ആ ഒരു തലപ്പ് ഭാഗത്തും കൂടെ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മൾ വുഡ് ബേണിംഗ് ടൂൾ കൊണ്ട് നമുക്കൊന്ന് കരിയിച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൈസ്. നല്ല നല്ല കമൻറ്റുകളും രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിലും കൂടെ ഒന്ന് കരിയിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊരല്പം വാർണിഷ് ഇതിന് മുകളിലായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ നല്ല ഭംഗിയില്ലേ. നമുക്ക് 2 കോട്ട് വാർണിഷ് അതിൻ്റെ 2 പുറത്തുമായിട്ട് അടിച്ചു കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വാർണിഷൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്കിത് ചുമരിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പണി കൂടെ നോക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ ആ ഒരു സാൻ്റെ അവിടെയും അതേപോലെ തന്നെ ആ ഒരു 0 വരുന്ന അവിടെ ഒന്നറിയാത്ത രീതിയിൽ നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചുമരിൽ ഇത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ ഗൈസ്, അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചുമരിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.